24 ലഹരി വിരുദ്ധ കേരള യാത്രയിലെ നിർദ്ദേശത്തിൽ തുടർ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികളോടാണ് ഇവരുടെ ഏറ്റവും വലിയ ആക്രമണം. നിങ്ങൾക്കറിയാം, കേരളത്തിലെ 100 കണക്കിന് സ്കൂളുകളിൽ ഈ ലഹരി മാഫിയ കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾക്ക് മേൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും ചുമതലപ്പെടുത്തിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ 24നോട് പറഞ്ഞു. തുടർ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട മന്ത്രിമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ വളരെ ഗൗരവത്തോടെയാണ് ഈ യാത്രയിൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ കാണുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ചില രഹസ്യ വിവരങ്ങളിൽ അടിയന്തരമായി നടപടിയെടുക്കാനും അദ്ദേഹം പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യക്തമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസം ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും അതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ തത്സമയം ചേർന്നു. മനീഷ്, യഥാർത്ഥത്തിലെ വിദ്യാഭ്യാസ വകുപ്പാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഇതിൽ കാണിക്കേണ്ടത്. കാരണം നമ്മുടെ സ്കൂളുകളെ വരിഞ്ഞു മുറുക്കാനും കുട്ടികളെ വഴിതെറ്റിക്കാനും വലിയൊരു സംഘം കേരളത്തിലുണ്ട്. കുറേ ആളുകളൊക്കെ കേരളം വിട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോഴും അവരുടെ സ്വാധീനം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മോട് പറഞ്ഞത്? SKN 24 കൊടുത്ത ലഹരി വിരുദ്ധ യാത്രയിൽ ഒരു മാസം നീണ്ട പഠനത്തിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ടുകളിൽ പ്രത്യേകിച്ച് ഹോട്ട്സ്പോട്ടുകൾ അടക്കം ഉൾപ്പെടുന്ന പ്രദേശം, ഈ സ്കൂൾ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടിൽ ഉള്ളത്, ആ റിപ്പോർട്ടിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാർ കാണുന്നത്. വരുമൊരു റിപ്പോർട്ട് ആയിട്ട് മാത്രമല്ല, അങ്ങനെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ലഹരിയുടെ ഹോട്ട്സ്പോട്ടായി മാറുന്നതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം ശക്തമാക്കാൻ ആദ്യഘട്ടം തന്നെ മുഖ്യമന്ത്രി ഉന്നതതല അധികാരികളുമായി വിളിച്ച യോഗത്തിൽ ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് വകുപ്പ് മേധാവി ഒക്കെ തന്നെയായി വിളിച്ച യോഗത്തിൽ തന്നെ ആദ്യ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകമായും മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഓരോ വകുപ്പിനും കൊടുത്തിരുന്നു. എക്സൈസ് വകുപ്പിന് കൊടുത്തിരുന്നു, വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്തിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് സംബന്ധിച്ച ഒരു സമഗ്ര റിപ്പോർട്ട്, ഇത് പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു സമഗ്ര റിപ്പോർട്ട്, അതും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്കും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കും ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ട് നൽകിയാൽ ഉടൻ തന്നെ ഈ അധ്യയന വർഷം തന്നെ അത് സ്കൂളുമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും ചേർന്നുകൊണ്ട് അത് പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനം തുടങ്ങും എന്ന ഉത്തരവടക്കം പുറപ്പെടുവിക്കും. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് കുറഞ്ഞ അളവിൽ മയക്കുമരുന്ന് പിടികൂടുന്ന ഘട്ടത്തിൽ അവരൊക്കെ തന്നെ രക്ഷപ്പെടുന്നത് ഇന്നത്തെ നിയമത്തിലെ ഒരു വലിയ ന്യൂനതയാണ്. അത് പരിഹരിക്കാൻ വേണ്ടി NDPS നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ, അത് 24ൻ്റെ ഒരു നിർദ്ദേശം കൂടിയായിരുന്നു ഈ പറയുന്ന കാര്യം, അതിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ 2 വകുപ്പുകളല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളോടുകൂടി തുടർ നടപടി എന്തൊക്കെ വേണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കാൻ വേണ്ടിയും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വകുപ്പിൻ്റെയും തുടർ നടപടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ MP രാജേഷ് വ്യക്തമാക്കിയിരുന്നു. എക്സൈസ് വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്ഷാമം പരിഹരിക്കാനുള്ള നടപടി എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ എക്സൈസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും എന്താണെങ്കിലും തുടർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ബന്ധപ്പെട്ട മറ്റു വകുപ്പുകൾ കൂടി ഇത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. SKN. ഓക്കെ, മനീഷ് മഹിമാലാണ് വിവരങ്ങൾ നൽകിയത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ കേരളത്തിലെ ചില ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൽ കുറേ സ്കൂളുകളും പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ നമ്മളെ സന്തോഷിപ്പിച്ചൊരു കാര്യം, തലശ്ശേരി ഹാർബറിനടുത്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ച അതിതീവ്ര ഹോട്ട്സ്പോട്ട്, അവിടെ ഈ MDMA കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടിയെന്ന് നമ്മൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അവിടം ശുദ്ധീകരിക്കാനായിട്ട് തലശ്ശേരിയിലെ മുനിസിപ്പാലിറ്റിയും ജില്ലാ ഭരണകൂടവും മറ്റുള്ള എക്സൈസ് അധികൃതരും ഒക്കെ നാട്ടുകാരും ചേർന്ന് ഇറങ്ങി അത് ശുദ്ധീകരിക്കുന്ന കാഴ്ചകൾ കണ്ടു. വളരെ അഭിമാനം തോന്നി. ഒരു കാരണവശാലും ഈ തലശ്ശേരിയിലെ ഈ പ്രദേശം ഇനി ഈ മാഫിയ സംഘങ്ങളുടെ വരുതിക്ക് വിടാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അവിടെയൊക്കെ ആളുകൾ പോകാൻ പോലും ധൈര്യപ്പെടുന്നില്ല. ഈ ഹാർബറിനടുത്തുള്ള അവിടേക്ക് പോയാൽ അവരുടെ ജീവന് പോലും അപകടം ഉണ്ടാകുമെന്നൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണ്ടെന്നേ. നമ്മൾ അതിശക്തമായ നടപടികൾ എടുക്കണം. നമ്മുടെ പോലീസിനും എക്സൈസിനും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഗുണ്ടാ സെറ്റപ്പൊക്കെ കേരളത്തിലുള്ളൂ എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്.